എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഉണ്ണിമോളുടെ അയ്യപ്പസ്വാമിയുടെ അവസാന ഭാഗമാണ്. അങ്ങനെ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് ഇങ്ങനെ നമ്മൾ അവസാന ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഉണ്ണിമോളുടെ അരിയിലേക്ക് ഗിരിദേവൻ വരുവാണ്. ഉണ്ണിമോളെ നയിച്ചുകൊണ്ട് ഗിരിദേവൻ ഇങ്ങനെ നടക്കുവാണ് ശിവക്ഷേത്രത്തിലേക്ക്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഉണ്ണിമോള് പെട്ടെന്ന് ചോദിച്ചു, ഗിരിദേവ, എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്ന് എൻ്റെ വിചാരം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഞാൻ മരിച്ചു പോയില്ല എന്നൊക്കെ ഉണ്ണിമോൾ ഇങ്ങനെ ഗിരിദേവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ആഗ്രഹം നടന്നല്ലോ. എനിക്ക് ഗിരിദേവനെ കാണാൻ പറ്റിയല്ലോ. പക്ഷെ എനിക്ക് ഒരിക്കൽ കൂടി ഗിരിദേവൻ ആ പുലിപ്പുറത്ത് വരുന്നേ, അയ്യപ്പസ്വാമി വരുന്നേ, അതെനിക്കൊന്ന് കാണണം. എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഉറപ്പായിട്ട് കാണാൻ പറ്റും. ഉണ്ണിമോൾക്ക് എന്നെ അങ്ങനെ കാണണമെങ്കിൽ ഉണ്ണിമോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഉണ്ണിമോളുടെ കയ്യിലിരിക്കുന്ന ഈ രുദ്രാക്ഷമാലി ഉണ്ടല്ലോ, അത് ആ മഹാദേവൻ ക്ഷേത്രത്തിലെ അവിടെ ഉണ്ണിമോള് പണിത ആ ശിവലിംഗ സ്വരൂപം ഉണ്ടല്ലോ, ആ ശിവലിംഗ സ്വരൂപത്തിൽ അണിയിച്ചാൽ മാത്രം മതി. അങ്ങനെ അണിയിക്കുവാണെങ്കിൽ എന്നെ കാണാനായിട്ട് പറ്റും. അത് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടേ അണിയിക്കണമെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു കാര്യം, അത് അണിയിക്കുന്നതിന് മുമ്പ് ഈ രുദ്രാക്ഷമാലി താഴെ പോകാൻ പാടില്ല, ആർക്കും കൈമാറാൻ പാടില്ല. എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് അണിയിക്കുന്നോ അങ്ങനെയാണെങ്കിൽ മാത്രം ഉണ്ണിമോൾക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലെ പിന്നെ ഒരിക്കലും എന്നെ കാണാനായിട്ട് പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഉണ്ണിമോൾക്ക് ഇതിൽ പലൊരു സന്തോഷമില്ല. ഉണ്ണിമോൾക്ക് തീരെ വയ്യ. ഉണ്ണിമോൾ അവിടുന്ന് ഓടിയെന്ന് പറഞ്ഞാൽ പോവാണ്. ഉണ്ണിമോളെ കാലുകളൊക്കെ അങ്ങോട്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട്. യമദേവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. യമദേവന് മനസ്സിലായി. കാരണം 15 അടി നടന്നാൽ മതി ഉണ്ണിമോൾക്ക് ആ ശിവക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. അത് ഗിരിദേവൻ പ്രത്യേകം പറഞ്ഞു. പക്ഷെ ആ 15 അടി എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ചാണ്. യമദേവൻ ഏത് സമയത്തും ഉണ്ണിമോളെ ഇല്ലാതാക്കും. ഇങ്ങനെ ഗിരിദേവൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഓടുവാണ്. ഓടി കഴിയുമ്പോഴത്തേനും യമദേവൻ, മതി, ഈ സമയത്ത് അവളെ കൈക്കലാക്കാം. ഉണ്ണിമോള് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ ശിവക്ഷേത്രത്തിനകത്തേക്ക് പോയി. അകത്തേക്ക് കടന്നു കഴിയുമ്പോഴത്തേനും യമദേവൻ പുറകെ വന്നു. യമദേവൻ കാലപാശം വീശുകയും ഉണ്ണിമോളെ എന്ന ആ രുദ്രാക്ഷമാലിയം ശിവലിംഗ രൂപത്തെ അണിയിച്ചു ഒന്നിച്ചായിരുന്നു. യമദേവന്റെ കാലപാശം അത്തേലും ഉടക്കിപ്പോയി. യമദേവന് പിന്നെ ഉണ്ണിമോളുടെ ജീവൻ എടുക്കാൻ സാധിച്ചില്ല. ഉണ്ണിമോൾ അവിടേക്ക് ഇങ്ങനെ വീഴുവാണ്. ഈ സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെടുവാണ് അവിടെ. പ്രത്യക്ഷപ്പെട്ട് യമദേവനോട് പറഞ്ഞു, അരുത്, ഇനി ബാലിയെ കൊല്ലാൻ ശ്രമിക്കരുത്. കാരണം നോക്കിയ മാനത്ത് ശുഭനക്ഷത്രം ഉദിച്ചു. അവളുടെ ആ കഷ്ടകാല ദുരിതങ്ങളെല്ലാം മാറി അവൾക്ക് ഇനിയിപ്പോ ദീർഘായുസാണ്. അതുകൊണ്ട് ഇനി അവളുടെ ജീവൻ എടുക്കാൻ ശ്രമിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടതും യമദേവന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ണിമോൾ അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അപ്പോഴേക്കും ഗിരിദേവൻ അങ്ങോട്ടേക്ക് വന്നു. ഗിരിദേവനോട് പറഞ്ഞു, ഞാൻ തന്ന ശാസനം ലംഘിക്കാതെ തന്നെ കുമാരന്റെ പരമഭക്തിയായ ബാലിയെ കുമാരൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയിപ്പം ബ്രഹ്മാവ് കൊടുത്ത ആയുസ് അത്രയും അവൾക്ക് ഈ ഭൂമിയിൽ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാന്ന് പറയാണ്. അങ്ങനെ ഗിരിദേവന് സന്തോഷമായി. അവരങ്ങോട്ട് മടങ്ങുവാണ്. ഈ സമയം ഉണ്ണിമോൾ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഗിരിദേവൻ പോയി വിളിക്കുവാണ്. ഉണ്ണിമോളെ എന്നും പറഞ്ഞ് വിളിക്കുക. ഉണ്ണിമോള് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേനും ഉണ്ണിമോളുടെ ആഗ്രഹം പോലെ തന്നെ ഗിരിദേവൻ അയ്യപ്പസ്വാമിയായിട്ട് ഉണ്ണിമോളുടെ അരിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉണ്ണിമോളുടേത്. ആ ഉണ്ണിമോളുടെ ആഗ്രഹം സാധിച്ചു. ഗിരിദേവെന്നും പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ഇനി ഉണ്ണിമോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല. ഉണ്ണിമോളുടെ കഷ്ടകാല ദുരിതം, ദശാസന്ധി എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഉണ്ണിമോൾക്ക് ഭൂമിയിൽ മരണത്തെ ഭയക്കാതെ ജീവിക്കാന്ന് പറയാണ്. എന്റെ ആഗ്രഹം ഗിരിദേവൻ സാധിച്ചു തന്നല്ലോ. എനിക്കിങ്ങനെ കാണാനായിരുന്നു. ഗിരിദേവ എന്നും പറഞ്ഞു ഉണ്ണിമോൾ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് ശരണം വിളിക്കുകയാണ്. പെട്ടെന്ന് ഗിരിദേവൻ അവിടെ നിന്ന് മാഞ്ഞുപോയി. ഉണ്ണിമോൾ ചുറ്റും നിന്ന് അയ്യപ്പസ്വാമി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വിനോദും കുട്ടികളും എല്ലാം കൂടെ ഓടി വരുന്നത്. ഉണ്ണിമോളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. ഉണ്ണിമോൾ പറഞ്ഞു, ഞാൻ അയ്യപ്പസ്വാമിനെ കണ്ടെന്ന് പറഞ്ഞ് ചുറ്റും നോക്കുവാണ്. അങ്ങനെ ചുറ്റും നോക്കി കഴിയുമ്പോഴത്തേനും അവിടെ ആരെയും കണ്ടില്ല. ഉണ്ണിമോളെ എന്താ പറയണേ? ഞാൻ കണ്ടച്ചാ, ഞാൻ അയ്യപ്പസ്വാമിനെ കണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കാണ് പെട്ടെന്ന് തന്നെ വിനോദം എന്ത് ചെയ്യണം, ഉണ്ണിമോളെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ശുഭ നക്ഷത്രം ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടോ. അത് കണ്ടപ്പോൾ വിനോദിന് മനസ്സിലായി ഗിരിദേവൻ പറഞ്ഞ കാര്യം. ആ ശുഭ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളുടെ കഷ്ടകാലം എല്ലാം മാറിയെന്ന്. ഇനി നമ്മൾ പേടിക്കണ്ടമ്മേ, ഉണ്ണിമോളുടെ കഷ്ടകാലം എല്ലാം മാറി, ഉണ്ണിമോളുടെ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറയാ. എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയമൊക്കെ ക്ഷേത്രത്തിൽ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയായിട്ട് അനസൂയയും തിരുമേനിയും ഭക്തനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. ആ രാത്രി മൊത്തം ഉണ്ണിമോൾക്ക് വേണ്ടി അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അങ്ങനെ ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോളെ കൊണ്ട് അവർ തിരുമേന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ തിരുമേന്റെ അടുത്തുനിന്നും ഭക്തനും അവരെല്ലാവരും ഉണ്ട്.
അങ്ങനെ ഭക്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ നോവല് ഇവിടെ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അപ്പം മാളികപ്പുറം എഴുതിയ നോവല് ഭക്തൻ തുടങ്ങിയിട്ട് എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അവസാനം കിട്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ അവസാനത്തിൽ ഭക്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ അവസാനത്തിൽ എഴുതിയെന്ന് വെച്ചാൽ കൊടും കാറ്റത്ത് ആടി ഉലയുന്ന ഒരു നാളമായിട്ട് ഉണ്ണിമോള് നിന്നു. ആ സമയത്ത് അത് ആ നാളം കെടാതിരിക്കാനായിട്ട് ഇരു കൈകളും മൂടി വെച്ച ഗിരിദേവൻ ഉണ്ണിമോളുടെ അടുത്ത് ഉണ്ണിമോളെ രക്ഷകയായിട്ട് നിന്നു. അങ്ങനെ ഞാൻ എൻ്റെ അവസാന ഭാഗം അവസാനിപ്പിക്കുന്നത്. ഉണ്ണിമോള് ഒരു ആപത്തും കൂടാതെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ അത് ഗിരിദേവൻ കാരണമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോവലല്ല, ഇതൊരു കഥയും നോവലും ഒന്നല്ല, ഇത് യഥാർത്ഥ ജീവിത സംഭവം മാത്രമാണ് ഈ മാളികപ്പുറം എന്ന് ഭക്തൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, അത് ശരിയാ, ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമോളുടെ ജീവിതമാണ്. ഉണ്ണിമോള് കാറ്റത്ത് കെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഉണ്ണിമോളുടെ നാളെ ഉണ്ണിമോൾ ഒരിക്കലും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിമോളുടെ ജീവൻ കാത്തുരക്ഷിച്ച അയ്യപ്പസ്വാമിയാന്ന് പറയാണ്. പിന്നീട് ജയൻ പറഞ്ഞു, ഞാൻ നിറമാല ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കഴിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വൈകുന്നേരം ഇവിടെ മൊത്തം അലങ്കരിക്കണം, ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കണം, എല്ലാം അങ്ങനെ വേണം. വൈകുന്നേരം നമുക്ക് ഇവിടെ എല്ലാവർക്കും വന്ന് ആഘോഷിക്കാനായിട്ട് ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ. ഈ സമയം ഉണ്ണിമോളുടെ ഫ്രണ്ട്സ് പറഞ്ഞു, വൈകുന്നേരം ഞങ്ങൾ വരും, വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് നമുക്ക് എല്ലാവരും കൂടെ കൂടി അലങ്കരിക്കാന്ന് പറയാണ്. ഇവിടെ എല്ലാം അലങ്കരിച്ച് ഉണ്ണിമോളുടെ വരവ് നമുക്ക് ആഘോഷമാക്കി മാറ്റാന്ന് പറയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി എന്ത് ചെയ്യണം, ഉണ്ണിമോളെ കൂട്ടി കഴപ്പുരയിലേക്ക് വന്ന് കഴകപ്പുരയെല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ചു വെച്ചു. അവിടെ എല്ലാം അലങ്കരിച്ചു വെച്ചപ്പോൾ ഉണ്ണിമോള് വന്നിച്ച് ചോദിച്ചു, മുത്തശ്ശി എന്തിനാ മുത്തശ്ശി ഇതെല്ലാം അലങ്കരിക്കുന്നത്? അതെ, ഗിരിദേവന്റെ വരവിന് വേണ്ടിയിട്ടാന്ന് പറയണം. അയ്യപ്പസ്വാമി വരുമെന്ന് പറയാ. മുത്തശ്ശി എന്തിനാ ഗിരിദേവൻ വരുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്? ഈ ഫ്രൂട്ട്സും കാച്ചി പാലും ഒക്കെ ഒരുക്കി വെച്ച് ഇവിടെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ വരുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടെ ആട്ടുകെട്ടിലെ പോലെ ഒരു ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് മുത്തശ്ശി ഗിരിദേവന് വേണ്ടിയിട്ട്. ഗിരിദേവൻ വരുമ്പോഴത്തേനും ഗിരിദേവനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പസ്വാമി വരുമെന്ന് തന്നെയാണ് മുത്തശ്ശി ഇപ്പോഴും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാം ഗിരിദേവൻ വരും, അയ്യപ്പസ്വാമി വരും, എനിക്ക് അയ്യപ്പസ്വാമി വരണം തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം. എൻ്റെ മോളെ ഇത്ര നാളും മുന്നോട്ട് നയിച്ചാലേ എൻ്റെ ഈ കൈ പിടിച്ച് എത്രയോ വട്ടം അയ്യപ്പസ്വാമി നടന്ന, അപ്പം അങ്ങനെയുള്ള അയ്യപ്പസ്വാമിക്ക് എൻ്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു തവണ കൂടെ അയ്യപ്പസ്വാമിനെ കാണണം, എൻ്റെ മുന്നിലേക്ക് അയ്യപ്പസ്വാമി വരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. പക്ഷെ ഉണ്ണിമോൾക്ക് പോലും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരിദേവൻ അങ്ങോട്ടേക്ക് വരുവാണ്. ഇതേ ഗിരിദേവൻ വന്നല്ലോ എന്ന് പറയണ. അയ്യോ, ഗിരിദേവനല്ല, അയ്യപ്പസ്വാമിയാന്ന് ഉണ്ണിമോള് പറയാണ്. പിന്നീട് മുത്തശ്ശി ആ മുന്നിലേക്ക് പോയി കൈകൂപ്പി തൊഴുതുവാണ്. എനിക്കറിയാം ഇത് ഗിരിദേവനല്ല, അയ്യപ്പസ്വാമി എന്ന് എനിക്കറിയാമെന്ന് പറയണം. എന്നാലും ഇത് എൻ്റെ അടുത്തേക്ക് വീണ്ടും അയ്യപ്പസ്വാമി വന്നല്ലോ എന്ന് പറയണം. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ മോളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതല്ലേ. എൻ്റെ മോളിപ്പോൾ കഷ്ടകാല ദുരിതം അനുഭവിച്ച് ഈ ഭൂമിയിൽ തന്നെ മുകളിലേക്ക് പോകേണ്ടതല്ലായിരുന്നോ? പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ ഭഗവാൻ വന്ന് എൻ്റെ മോളെ രക്ഷിച്ചില്ലേ. ഈ നന്ദിയും കടപ്പാടും എങ്ങനെ പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവൾ ജനിച്ചപ്പം മുതൽ അവൾ അയ്യപ്പസ്വാമിന്ന് വിളിച്ചാണ് അവൾ ഈ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും എൻ്റെ മോളുടെ കഷ്ടകാലം മാറാനായിട്ട് അയ്യപ്പസ്വാമി നേരിട്ട് വന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഹരിവരാസനം പാടുന്ന കേട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, എനിക്ക് ഉറങ്ങാനുള്ള സമയമായി, ഇപ്പം നടയടയ്ക്കും, നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങണം എന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ആട്ടുകട്ടിൽ പോലെയുള്ള ഊഞ്ഞാലയിലേക്ക് ഗിരിദേവൻ കയറി കിടക്കുവാണ്. അപ്പോൾ ഗിരിദേവൻ ഇങ്ങനെ വീശിക്കൊണ്ട് മുത്തശ്ശിയും ഉണ്ണിമോളും അടുത്ത് നിൽക്കുവാണ്. അങ്ങനെയാണ് അതിൻ്റെ അവസാനം. അങ്ങനെ എല്ലാം ശാരികയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ശാരികയും ഗിരിദേവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു നന്ദി പറയാനായിട്ട്. എൻ്റെ മോളുടെ കഷ്ടകാല ദുരിതം എല്ലാം മാറ്റിയതിന് ഒത്തിരി നന്ദി പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ശാരികയും ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഉണ്ണിമോള് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഉണ്ണിമോളുടെ ഗിരിദേവന്റെ കഥകൾ കേട്ടു. ഇനിയിപ്പം ആ കഥ അവസാനിച്ചു. ഇനിയിപ്പോൾ പുതിയത് എന്തെങ്കിലും തുടങ്ങുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.